ഫാറ്റി ലിവറും ഹൈപ്പോതൈറോയിഡിസം തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് വിശ്വസിക്കോ? അതെന്താണെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ലിവറിന് മാത്രമാണ് ഇനാക്റ്റീവ് ആയിട്ടുള്ള T4 എന്ന് പറയുന്ന ഹോർമോൺ ആക്റ്റീവ് ആയിട്ടുള്ള T3 ഹോർമോണിലേക്ക് മാറ്റാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള T3 ഹോർമോണിന്റെ ഫങ്ഷൻസ് എന്താ? നമ്മൾ ബ്രെയിനിന്റെ ആക്ടിവിറ്റീസ് കൂട്ടുക, നമുക്ക് എനർജി ബൂസ്റ്റ് ചെയ്യുക, നമ്മളുടെ വെയിറ്റ് ലോസിനെ കൺട്രോൾ ചെയ്യുക, നമ്മളെ ബ്രെയിൻ ഫങ്ഷൻസിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഫങ്ഷൻസ് ആണ് നമ്മളെ ആക്റ്റീവ് ആയിട്ടുള്ള T3 എന്ന് പറയുന്ന ഹോർമോൺ ചെയ്യുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇനാക്റ്റീവ് ആയിട്ടുള്ള T4 എന്ന് പറയുന്ന തൈറോയിഡ് ഹോർമോണിനെ ആക്റ്റീവ് ആയിട്ടുള്ള T3 ഹോർമോണിലേക്ക് മാറ്റാൻ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമ്മൾ വെയിറ്റ് കുറയുന്നില്ല. നമ്മൾ ഡയറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ എക്സസൈസ് ചെയ്യുന്നുണ്ട്, വെയിറ്റ് കുറയുന്നില്ല. നമുക്ക് അതായത് അറിയാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് വരുന്ന ക്ഷീണം, തളർച്ച, ക്രോണിക് ആയിട്ടുള്ള ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ വെറുതെ നമ്മൾ T3, T4, TSH മാത്രം ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ മൂല കാരണം നമുക്ക് എന്താണെന്ന് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.